ഹലോ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നെങ്കിലും ഞാനൊരു ഹെൽത്ത് ഇൻഫർമേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്ട്രോക്കിനെ പറ്റിയാണ് പറയുന്നത് ഇന്ന് കേട്ടോ. സ്ട്രോക്ക് ഉണ്ടായാൽ ഒരു ശകലം പോലും സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. തന്നെ പോകരുത്, ആംബുലൻസ് വിളിക്കണം, 911 വിളിച്ച് തന്നെ പോകണം. പിന്നെ ഇതിനുള്ള ലക്ഷണങ്ങൾ എന്തോന്നറിയാമോ? ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ ബാലൻസ്, ബി ഫാസ്റ്റ് എന്നുള്ള ന്യൂമോണിക് ഓർത്തിരുന്നാൽ നമുക്ക് കുറെ കാര്യം. ബി ഫോർ ബാലൻസ്. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ വേച്ച് വെച്ച് പോകുക, ഒരു സൈഡ് മുഴുവൻ തളർന്നു പോവുകയാണെങ്കിൽ അത് സ്ട്രോക്കിന്റെ ഒരു ലക്ഷണമാണ്. ഇ ഫോർ ഐസ്. ഐസ് എന്ന് വെച്ചാൽ കണ്ണിന് കാഴ്ച കുറേ, ഡബിൾ വിഷൻ, ബ്ലഡ് വിഷൻ, ഇങ്ങനെ പല സിംറ്റംസ് ഉണ്ട്. പിന്നെ ഫാസ്റ്റിന്റെ എഫ്, ഫേസ്. ഇങ്ങനെ ചിരിക്കുന്ന ഉടനെ ഒരു സൈഡ് ഇങ്ങനെ കോടിയിരിക്കുകയാണെങ്കിൽ അത് ഒരു ലക്ഷണമാണ്. പിന്നെ എ ഫോർ ആം. രണ്ട് കൈയും ഇങ്ങനെ, എന്റെ കൈ പൊക്കാൻ പറ്റത്തില്ല, രണ്ട് കൈയും പൊക്കുമ്പോൾ ഒരു സൈഡ് പൊക്കാതിരിക്കുക, അതായത് ഒരു കൈ ഇങ്ങനെ താന്നു പോവുകയാണെങ്കിൽ അത് സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. പിന്നെ വർത്താനം പറയുന്നത്, സ്പീച്ച്. വർത്താനം പറയുമ്പം പിന്നെ വർത്താനം പറയാൻ പറ്റാതിരിക്കുകയോ അതല്ലെങ്കിൽ സ്ലേർഡ് സ്പീച്ച് എന്ന് ഇങ്ങനെ വിട്ടുവിട്ട് ശരിക്കും പറയാൻ പറ്റുന്നില്ല എങ്കിൽ അതും ഒരു സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളത് പറയാനുള്ളത് ടൈം. FAST, T ഫോർ ടൈം എന്ന് വെച്ചാൽ ടൈം ഈസ് വെരി ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ 3 hours അകത്ത് ഹോസ്പിറ്റലിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് സ്ട്രോക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ തലയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ, ഓക്സിജൻ സപ്ലൈ കുറയുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. അതായത് അത് രണ്ട് കാരണങ്ങൾ: ബ്ലഡ് ക്ലോട്ട് വന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് തലയോട്ട് പോയില്ലെങ്കിൽ അതിന് ഇസ്കിമിക് സ്ട്രോക്ക് എന്ന് പറയും. പിന്നെ ബ്ലഡ് വെസൽ പൊട്ടി ബ്ലഡ് എല്ലാം ആയിട്ട് അത് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയും. എന്തായാലും ചെല്ലുന്ന ഹോസ്പിറ്റലിൽ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കണം. കാരണം ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് CT സ്കാൻ ചെയ്യുക. CT സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്ന ഏത് തരത്തിലുള്ള സ്ട്രോക്ക് ആണെന്ന് അറിഞ്ഞിട്ടാണ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ചില മനുഷ്യരൊക്കെ ഉണ്ട് ഇങ്ങനെ വയ്യാതെ വന്നു കഴിയുമ്പോൾ ശരിയാകും. അതല്ല, ഈ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകുന്ന ഉടനെ ബ്ലഡ് നമ്മുടെ തലയിലെ നെർവ് സെൽ, അതായത് ന്യൂറോൺ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മിനിറ്റിലും വളരെ വളരെ വിലപ്പെട്ടതാണ് അതിന്റെ എന്ന് പറയാം, അത് വളരെ വിലപ്പെട്ടതാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബായ്.